പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ഹാജിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവന്റെ അടിയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അല്ലാഹു നൽകുന്ന വലിയ തൗഫീഖാണ് റബ്ബിന്റെ കഅബാലയത്തിലെത്തുക എന്നത്, ഹജ്ജിന് അവസരമുണ്ടാവുക എന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് ചെയ്യുക എന്നത്. സുബ്ഹാനല്ലാഹ്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ പറഞ്ഞില്ലേ, ഓ ഇബ്രാഹിം നബിയേ, ഹജ്ജിന് വേണ്ടി ജനങ്ങളിൽ നിങ്ങളൊരു വിളിയാളം നടത്തണം, ഒരു ഉത്ബോധനം നടത്തണം. ഓ ഇബ്രാഹിം നബിയേ, നിങ്ങൾ ലോകത്തുള്ള വിശ്വാസി ജനങ്ങളെയെല്ലാം കഅബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വിളിച്ചോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സമയത്ത് ചോദിച്ചു, അല്ലാഹ്, ഈ മക്ക നിൽക്കുന്ന ഈ കുഗ്രാമത്തിൽ നിന്ന് ഞാൻ വിളിച്ചാൽ എന്റെ വിളി മറ്റുള്ളവര് കേൾക്കുമോ? അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾ വിളിച്ചോളൂ, വിളി കേൾപ്പിക്കുന്നവൻ ഞാനാണ്. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള വിശ്വാസി ജനങ്ങളെയൊക്കെ വിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി പ്രത്യേകം തൗഫീഖ് നൽകിയവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിളിയാളം അങ്ങ് കേൾപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, വിളിക്ക് ഉത്തരം ചെയ്ത ആളുകളെല്ലാം ഇന്ന് ഭൗതികമായ ജീവിതത്തിൽ കഅബാലയത്തിലെത്തിച്ചേരുകയാണ്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ, അഥവാ ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഇഹ്റാമിലുള്ള വേഷവും അങ്ങ് ധരിച്ചു കഴിഞ്ഞാൽ, പിന്നെ അല്ലാഹുവിന്റെ കഅബാലയത്തിലെത്തുന്നത് വരെ തൽബിയത്ത് ചൊല്ലുകയാണ്. അലമുൽ അർവാഹിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവിന്റെ കഅബാലയത്തിലേക്കുള്ള ഹജ്ജിന് വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ വിളിയാളത്തിന് മറുപടി കൊടുത്ത എല്ലാവരും അല്ലാഹുവിന്റെ കഅബാലയത്തിലേക്ക് തൽബിയത്ത് ചൊല്ലി അവരെ ഹജ്ജിന് വേണ്ടി കടന്നു ചെല്ലുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൗഹീദിന്റെ അചഞ്ചലമായ മുദ്രാവാക്യം മുഴക്കുകയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ കഅബാലയത്തിലെത്തുമ്പോൾ റബ്ബിൽ നിന്ന് നമുക്ക് ലഭിച്ച വലിയ തൗഫീഖാണെന്ന തിരിച്ചറിവ് എല്ലാ ഹാജിമാർക്കും ഉണ്ടാകണമെന്നാണ് ഐനുന്നൂറിൽ ഹാജിമാരോട് ഒന്നാമതായി ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധമായ കഅബാലയം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ്. ലോകത്ത് ഭൂമിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഇബാദത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പണിത വീടാണ് കഅബ ശരീഫ്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സമീപത്ത്, മഹാന്മാരായ സൂഫിയാക്കളുടെ സമീപത്ത് കഅബ ശരീഫ് ഹയ്യത്തുൻ, അത് ജീവനുള്ള ജീവിയാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ജീവനുള്ള ജീവിയാണ് കഅബ ശരീഫ് പോലും.
കാരണം ആ കഅബാലയം നമ്മെപ്പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയാണ്. ദുനിയാവിൽ തന്നെ ആ കഅബ ശരീഫ് പല പണ്ഡിതന്മാരോട്, പല മഹാന്മാരോട്, പല ഔലിയാക്കന്മാരോട് ജീവനുള്ള ജീവിയെ പോലെ പെരുമാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് സർഹിന്ദി തങ്ങളുടെ മകനാണ് മുഹമ്മദ് മഅ്സൂം റളിയല്ലാഹു അൻഹു. ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, ഖുതുബാണ്. മഹാനവറുകൾ പറയുന്നു, റഅയ്തു അന്നൽ കഅബത്തൽ മുഅല്ലമത തആനഖനി. കഅബ ശരീഫ് എന്നെ മുആനഖത്ത് ചെയ്യുന്നതായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വതുഖബ്ബിലുനി ബിഇസ്തിയാഖിൻ താബ്. നല്ല സ്നേഹത്തോടെ എന്നെ കഅബ ശരീഫ് സ്വീകരിച്ചിട്ടുണ്ട്. وكشف لي أن تلك البركات والأنوار ظهرت مني وزادت حتى ملأت الصحراء وحاطت بجميع الأشياء وأن محبتها لي بسبب التحقق بحقيقة الكعبة الربانية. കഅബ ശരീഫുമായി, ആ കഅബ ശരീഫിന്റെ ഉടമയായ റബ്ബുമായി ഞാൻ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചത് കാരണം ആ കഅബ ശരീഫ് എന്നെ വല്ലാതെ സ്നേഹിച്ചപ്പോൾ കഅബാലയം എന്നെ ആലിംഗനം ചെയ്തു. ആ കഅബാലയം എന്നെ ചുംബനം നടത്തി. കഅബ ശരീഫ് എന്നെ സ്വീകരിച്ചു. ورأيت ثم كثيرا من الروحانيين حضورا في كل وقت كالخدم بين يدي السلطان. കഅബ ശരീഫിലെത്തിയപ്പോ കഴിഞ്ഞുപോയ ഒരുപാട് സ്വാലിഹീങ്ങളുടെ അർവാഹുകൾ എനിക്ക് ഖിദ്മത്തിന് വേണ്ടി അവിടെ എത്തിപ്പോയി. കഅബ ശരീഫ് ഞാൻ തവാഫ് ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട മുഹമ്മദ് മഅ്സൂം റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ ഫറഗ്തു മിൻ തവാഫി സിയാറ ജാഅനി മലക്കുൻ ബികിതാബി ഖബൂലിൽ ഹജ്ജ് മിൻ റബ്ബിൽ ആലമീൻ. എന്റെ ഹജ്ജ് കബൂലായിട്ടുണ്ട് എന്നതിനുള്ള രേഖയുമായി റബ്ബിൽ നിന്നുള്ളൊരു മലക്ക് എന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. സർഹിന്ദി തങ്ങളുടെ മകനാകുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദുൽ മഅ്സൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ ഉമ്മമാരെ, സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് ഔലിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഔലിയാക്കളുടെ സമീപത്ത് അതാ കഅബാലയത്തിന് ജീവനുണ്ട് എന്നാണ്. ഏതായാലും മഹ്ശറ ലോകത്ത്, പരലോകത്ത് കഅബാലയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് പറയുമത്രേ, നബിയേ, ഹജ്ജ് ചെയ്ത എല്ലാവർക്കും ഞാൻ ശഫാഅത്ത് ചെയ്തോളാം നബിയേ. നിങ്ങൾ നിങ്ങളുടെ സമീപത്ത് വന്നവർക്ക് ശഫാഅത്ത് ചെയ്തോളൂ. കഅബാലയമാകുന്ന എന്റെ മുറ്റത്ത് വന്ന് എന്നെ വലയം ചെയ്തവരുണ്ടോ? കഅബാലയമാകുന്ന എന്നെ തവാഫ് ചെയ്തവരുണ്ടോ? അവർക്കൊക്കെ ഞാൻ ശഫാഅത്ത് ചെയ്യാം നബിയേ. അതിന് എനിക്ക് അനുവാദം തരണേ നബിയേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തങ്ങളോട് കഅബ ശരീഫ് ആവശ്യപ്പെടുമെന്നാണ്. ആ കഅബാലയത്തിൽ കഴിഞ്ഞു പോയ എല്ലാ അംബിയാ മുർസലീങ്ങളും തവാഫ് ചെയ്തിട്ടുണ്ട്. ആ കഅബാലയത്തെ 10,000 വർഷങ്ങൾ അല്ലാഹുവിന്റെ മാലാകമാര് തവാഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹാജിമാരെ, എത്ര കാലമായി നമ്മൾ ആ കഅബാലയം ഖിബിലയാക്കിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് പ്രാർത്ഥന നടത്തുമ്പോ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടല്ലേ നമ്മൾ ദുആ ചെയ്യാറുള്ളത്. ആ കഅബാലയം നേരിട്ട് കണ്ണുകൊണ്ടൊന്ന് കാണാൻ ഉള്ള അവസരമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. കണ്ണുകൊണ്ട് വെറുതെ നോക്കി നിൽക്കുന്നത് പോലും ഇബാദത്തായ 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് സ്വന്തം ബാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്ത് നോക്കിയിരിക്കലാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ തന്റെ സ്വന്തം ഉമ്മയുടെ മുഖത്തേക്ക് ബാപ്പയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയിരുന്നാൽ അവർക്ക് മഖബൂലായ ഹജ്ജിന്റെ പ്രതിഫലം പടച്ച റബ്ബ് നൽകുന്നതാണ്. മഖബൂലായ ഹജ്ജിന്റെ പ്രതിഫലം സ്വന്തം പെറ്റുമ്മയുടെ മുഖത്തേക്ക് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, സ്വന്തം ബാപ്പ ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ പുഞ്ചിരിച്ചൊന്നു നോക്കിയാൽ അവർക്ക് മഖബൂലായ ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഉമ്മാന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ 2 തവണയൊന്ന് നോക്കിയാലോ, ബാപ്പാന്റെ മുഖത്തേക്ക് 3 തവണ സ്നേഹത്തോടെ ഒരു മകന് അല്ലെങ്കിൽ മകള് നോക്കിയാലോ നബിയേ? തങ്ങൾ പറഞ്ഞു, അവർക്ക് 2ഉം 3ഉം ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. സദഖ റസൂലുള്ളാഹ്. രണ്ടാമതായി കണ്ണുകൊണ്ട് നോക്കുന്നത് ഇബാദത്തായ കാര്യം ഖുർആനിലാണ്, മുസ്ഹഫിലാണ്. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഓതുമ്പോൾ മുസ്ഹഫിൽ നോക്കിയിട്ട് പാരായണം ചെയ്യുന്നത് ഇബാദത്താണ്. പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന കാര്യമാണ്. മനപ്പാടമുള്ള സൂറത്തുകളാണെങ്കിലും ശരി, ഖുർആൻ ഓതുന്ന സമയത്ത് മുസ്ഹഫിൽ നോക്കി ഓതുന്നത് അത് വലിയ പുണ്യമാണ്. മൂന്നാമതായി നമ്മുടെ കണ്ണുകൊണ്ട് നോക്കൽ ഇബാദത്തുള്ള സംഗതിയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കൽ ഇബാദത്തുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ കഅബ ശരീഫ്, അല്ലാഹുവിന്റെ കഅബാലയം. ആ കഅബാലയത്തിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ്. അത് പുണ്യകർമ്മമാണ്. നമ്മുടെ പാപം പൊറുക്കപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു ജല്ല ജലാലുഹു ആ കഅബ ശരീഫ് ഒന്ന് നേരിട്ട് കാണാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. അലിഫ് ലാം മീമിന്റെ ഫോരോളിൽ ദോഷിയായ ഞങ്ങളെ അലിഫോടടുത്ത ശൈഖുനാന്റെ കവലേഗ് റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ കഅബാലയത്തിലെത്തിയാൽ
അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുന്ന അവസരമാണ്. അല്ലാഹുവിന്റെ അതിഥികളായി എത്തുന്നവരാണ്. ലോകത്തിന്റെ വിവിധ കോണിൽ നിന്ന് കഅബാലയം ലക്ഷ്യം വെച്ച് ഹജ്ജ് ലക്ഷ്യം വെച്ച് പുറപ്പെടുന്ന ഹാജിമാർ, അല്ലാഹ് എല്ലാ ഹാജിമാരുടെ യാത്രകളും നിന്റെ സംരക്ഷണത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ഹാജിമാരുടെയും ദുആകളിൽ ഞങ്ങളെയൊക്കെ ചേർക്കണേ അല്ലാഹ്. സമീപ ഭാവിയിൽ ഞങ്ങൾക്കും ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയിട്ട് കഅബ ശരീഫിലെത്തിയാൽ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്ന അമല് അത് തവാഫാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹറമിൽ മസ്ജിദുൽ ഹറാമിലെത്തിയാൽ കൂടുതൽ നിസ്കരിക്കുകയാണോ വേണ്ടത്? കൂടുതൽ ഇത്തികാഫിരിക്കുകയാണോ വേണ്ടത്? കൂടുതൽ ഖുർആൻ ഓതുകയാണോ വേണ്ടത്? എന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. പണ്ഡിത മഹത്തുക്കൾ അതിന് തീരുമാനം പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹറമിൽ മക്ക മുക്കറമയിൽ ഒരാൾ കഅബാലയത്തിലെത്തിയാൽ നിസ്കാരത്തിനേക്കാൾ കൂടുതൽ അയാൾ വർദ്ധിപ്പിക്കേണ്ട അമല് തവാഫാണ്. 7 തവണ ഇടതുഭാഗത്ത് കഅബ ശരീഫിനെ ആക്കിയിട്ട് കഅബാലയത്തെ തവാഫ് ചെയ്താലാണ് ഒരു തവാഫാകുന്നത്. 7 തവണ അങ്ങനെ തവാഫ് ചെയ്ത് അങ്ങനെ ഒരു തവാഫ് പൂർത്തീകരിച്ച് ഒരുപാട് സുന്നത്തുകളായ തവാഫുകൾ വർദ്ധിപ്പിക്കാൻ ഹജ്ജ് കഴിഞ്ഞ് വരുന്നതിന്റെ മുമ്പ് ഹാജിമാരെ ഉത്സാഹിക്കണമെന്ന് വളരെ പ്രത്യേകമായി എല്ലാ ഹാജിമാരോടും ഓർമ്മിപ്പിക്കുകയാണ്. കഅബ ശരീഫിന്റെ 4 മൂലകളിലും ചെന്ന് ഒന്ന് കൈവച്ചോളൂ. ആ 4 മൂലകളിൽ നിന്നും ദുആ ചെയ്തോളൂ. കഅബ ശരീഫിന്റെ 4 മൂലകളിൽ നിന്നുമുള്ള ദുആഇന് ഇജാബത്തുള്ളതാണ്. അതുപോലെ പ്രത്യേകം കഅബ ശരീഫിന്റെ വാതിലിന്റെ നേരെ താഴെ നിന്ന് സുബ്ഹാനല്ലാഹ് ഇജാബത്തുള്ള ദുആഇന്റെ സ്ഥലമാണ്. മുസ്തജാബു ദഅവത്തിന്റെ സ്ഥാനമാണത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഹജറുൽ അസ്വദിനോട് അടുത്ത സ്ഥലവുമായതുകൊണ്ട് അവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അവിടെ നിന്നും നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ വാതിലിന്റെ കതകിന്റെ ഉമ്മരിപ്പടിക്ക് താഴെ നിന്നിട്ട് റബ്ബിലേക്ക് യാചിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടിയിട്ട് ഖൽബ് തിരിച്ച് കണ്ണ് തുറന്നു വെച്ച് റബ്ബിനോടങ്ങ് ചോദിച്ചാൽ അല്ലാഹ് ചോദ്യം ചോദിക്കുന്നത് എന്താണോ അത് റബ്ബങ്ങ് തരുന്നതാണ്. അവിടുന്ന് ചോദിക്കുന്നവരെ അല്ലാഹ് തട്ടുന്നില്ല, അല്ലാഹു മടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. സ്വർണ്ണപ്പാത്തിയുടെ ചുവടെ ഇസ്മാഈലിന്റെ ആ പരിസരത്താണ്, ആ ഭാഗത്താണ്. ആ സ്വർണ്ണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട്. പക്ഷേ തവാഫിന്റെ ഇടയിൽ ആ ഹിജർ ഇസ്മാഈലിന്റെ അകത്തേക്ക് കയറാനോ ഹിജർ ഇസ്മാഈലിന്റെ മുകളിലേക്ക് കൈവെക്കാനോ പാടില്ല. അങ്ങനെ ആകുമ്പോൾ തവാഫ് ബാത്തിലായി പോകുന്നതാണ്. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൽമുള്ള ആളുകളോട് ചോദിച്ചറിഞ്ഞു വേണം. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അബദ്ധങ്ങളില്ലാതെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. കഅബ ശരീഫ് കാണാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.
ഉമ്മുൽ ഖുറാ, ഭൂമിയുടെ ഉമ്മയാണ്. കഅബ ശരീഫ് സുബ്ഹാനല്ലാഹ് സ്ഥിതി ചെയ്യുന്ന മക്കത്തുൽ മുകറമ, ഭൂമിയുടെ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ആ കഅബാലയത്തിന് ഒരുപാട് ബഹുമതികളുണ്ട്, പ്രത്യേകതകളുണ്ട്. സയ്യിദുൽ വജൂദ് ത്വാഹ വയാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആഗ്രഹിച്ചതാണ്, അല്ലാഹ് എന്നോട് കഅബാലയത്തിലേക്ക് എന്റെ ഉപ്പാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഅബ ശരീഫ് ഖിബ്ലയാകുന്ന കഅബ ശരീഫിലേക്ക് തിരിയാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മനസ്സിലങ്ങ് ആഗ്രഹിച്ചു പോയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തുനബി തങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ അതേ നിസ്കാരത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിക്ക് ഖിബ്ലയാക്കിയിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് കഅബ ശരീഫിലേക്ക് അവിടുന്ന് തിരിഞ്ഞോളൂ നബിയേ, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയായി നിങ്ങളുടെ ഖിബ്ലയെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കഅബയിലേക്ക് മക്ക മുകറമയിലേക്ക് അല്ലാഹുവിന്റെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കൂ നബിയേ. മസ്ജിദുൽ ഖിബ്ലത്തെ രണ്ട് ഖിബ്ലകളുള്ള തങ്ങള് ഒരേ നിസ്കാരത്തിൽ തിരിഞ്ഞ് നിസ്കരിച്ച ആ പള്ളി എന്നും നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മബങ്ങന്മാരെ, അല്ലാഹുവിന്റെ കഅബാലയം ലക്ഷ്യം വെച്ച് പുറപ്പെടുന്ന ഹാജിമാരെ, നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ കഅബ ശരീഫിന്റെ ബഹുമാനമൊന്ന് ഉൾക്കൊണ്ടിട്ട് വേണേ, അതിന്റെ ബഹുമാനമൊന്ന് മനസ്സിലാക്കിയിട്ട് വേണേ നിങ്ങൾ കഅബാലയത്തിലെത്താൻ. ആ പരിശുദ്ധമായ ഭവനം പൊളിച്ചു കളയാൻ വേണ്ടി ചരിത്രത്തിൽ എമ്പാടും അക്രമകാരികൾ വന്നതായി രേഖയുണ്ട്. അബ്രഹത്ത് രാജാവും കൂട്ടരും വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളെ ഇറക്കിയിട്ട് ആ പക്ഷികളുടെ ചുണ്ടുകളിൽ ചൂടുകല്ലുകൾ വെച്ചുകൊണ്ട് വിതറിയിട്ട് അതാ അക്രമകാരികളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹത്വമേറിയ ഭവനമാണ് അൽ കഅബത്തുൽ മുകറമ, അൽ കഅബത്തുൽ മുശറഫ. ആ കഅബാലയത്തിലെത്തുമ്പോ അതിന്റെ ആദരവ് നമ്മൾ കീപ്പ് ചെയ്യണം. അള്ളാഹുവിന്റെ ഹറമുകളിൽ നിന്ന് ഒരാളെയും നമ്മൾ ചീത്ത വിളിക്കാൻ പാടില്ല. തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മളുടെ കാലിൽ ആരോ ചവിട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മളെ അതാ അറിയാതെ തന്നെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അഥവാ തിക്കിലും തിരക്കിലും നമുക്ക് വേദനയും ക്ഷീണവും വരാം. മനഃപൂർവം ബോധപൂർവം ആരും നമ്മളെ ആക്രമിക്കൂല. ഇനി ആരെങ്കിലും അങ്ങനെ ആക്രമിച്ചാൽ തന്നെ അതേ നാണയത്തിൽ അവരെ തിരിച്ച് ആക്രമിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ ഹറമാണ് മസ്ജിദുൽ ഹറാം. ഒരു ഉറുമ്പിനെ പോലും ഒരു കൊതുകിനെ പോലും ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഅബ ശരീഫിന്റെ പരിസരത്ത് നിന്ന് ഹറമിൽ നിന്ന് കൊല്ലാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ,
വേട്ടയും അതുപോലെ കൊന്നുകളയലുമെല്ലാം ഹറാമായ സ്ഥലമാണ് ആ പരിശുദ്ധമായ സ്ഥലം. അതുകൊണ്ട് ഒരാളെ മുഖത്തും നോക്കിയിട്ട് നമ്മൾ കണ്ണുരുട്ടരുത്, ഒരാളോടും പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തരുത്. ക്ഷമിക്കുക, സഹിക്കുക, സഹിഷ്ണുതയുള്ളവരായി, നല്ല ഇഖ്ലാസുള്ളവരായി, ഭക്തിയോടുകൂടി റബ്ബിലേക്ക് പൂർണ്ണമായി നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും സമർപ്പിച്ചുകൊണ്ട് വേണം കഅബാലയത്തിലെത്താൻ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെയൊക്കെ പടച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിലേക്ക് എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു, എന്റെ ശരീരത്തെ ഞാൻ മുന്നിടിച്ചിരിക്കുന്നു എന്നല്ലേ എല്ലാ നിസ്കാരങ്ങളിലും വജ്ജഹ്തുവിൽ നമ്മൾ പറയാറുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കഅബ ശരീഫ് സ്ഥിതി ചെയ്യുന്ന അതേ ദിശയിലേക്കാണ് ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കാരത്തിൽ നമ്മൾ ഖിബിലയായി തിരിഞ്ഞു നിന്നത്. എന്നാൽ നേരിട്ട് ആ കഅബാലയത്തിന്റെ മുറ്റത്തെത്തുന്ന സന്ദർഭം സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അത് വലിയ ഒരു സൗഭാഗ്യമാണ്. മഹാന്മാര് പറയാണ്, കഅബ ശരീഫ് ലോകത്തിനെന്ന് ആരെല്ലാം കഅബ ശരീഫ് ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടിട്ടുണ്ടോ അവര് അവിടെ എത്തും മുന്നേ കഅബ ശരീഫിന് വിവരം ലഭിക്കുന്നതാണ്. ഇന്ത്യ രാജ്യത്ത് നിന്ന്, കേരള സംസ്ഥാനത്ത് നിന്ന്, മലബാറിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, അങ്ങനെ ലോകത്തിന്റെ ഏതെല്ലാം കോണിൽ നിന്ന് വരുന്ന ഹാജിമാരുണ്ടോ, ആ ഹാജിമാര് കഅബ ശരീഫിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ കഅബാലയത്തിന് വിവരം ലഭിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ആ കഅബ ശരീഫിന്റെ ശഫാഅത്ത് കിട്ടുന്ന രൂപത്തിൽ നല്ല ഇഖ്ലാസോടെ, ഭക്തിയോടെ, തഖ്വയോടെ, ഇഖ്ലാസോടെ, മഹബ്ബത്തോടെ, ഇഷ്കോടെ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭൂമി മീരെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ഭൂപതിയാം ശൈഖുനാന്റെ കാവലേക്ക് റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടും ഹാജിമാര് ദുആ ഇരക്കണം. കാരണം ഹാജിമാരുടെ ദുആ കബൂലാകാൻ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് വേണ്ടി അവര് ദുആ ചെയ്യുന്നത് നിമിത്തമാവും. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ലക്ഷങ്ങൾ മുടക്കിയിട്ട്, ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട്, നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ അല്ലാഹുവിലേക്ക് മനസ്സു തിരിച്ച് അല്ലാഹുവിന്റെ ഹറമിലെത്തുമ്പോ, അല്ലാഹുവിന്റെ അതിഥികളായി മക്ക മുക്കറമയിലെത്തിച്ചേരുമ്പോ നമ്മുടെ എല്ലാ ദുആകളിലും, ഹാജിമാരുടെ എല്ലാ ദുആകളിലും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒരു ഇടം കൊടുക്കണം. എന്നാൽ ആ ദുആഇന് ഇജാബത്തുണ്ട്.
മഹാന്മാര് ദുആഇന്റെ ആദാബുകൾ പറഞ്ഞെടുത്ത് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരും നേരത്തെ മരണപ്പെട്ടു പോയവരുമായ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആ ഒരു ദുആ നടത്തിയാൽ ഹാജിമാരുടെ എല്ലാ ദുആകളിലും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെച്ചാൽ അവരുടെ എല്ലാ ദുആകൾക്കും ഇജാബത്ത് ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹാജിമാര് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നുകൂടി പറയട്ടെ, നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടും മുന്നേ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ട് ഹജ്ജിന് യാത്ര പറയാറില്ലേ? ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാലാളുകൾ കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ ഇന്നാലിന്ന ദിവസം ഹജ്ജിന് പോവാണ്, ഈ വർഷം എനിക്ക് ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഒരുപക്ഷെ നമ്മുടെ ഖൽബിൽ ലോകമാന്യം വന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇബ്ലീസുൽ ലഈനിന് ഒരു ചാൻസ് കൊടുക്കാത്ത രൂപത്തിൽ വളരെ രഹസ്യമായിട്ട് വേണം നമ്മൾ യാത്ര ചോദിക്കാൻ. അങ്ങനെ ലോകമാന്യം വന്നു പോകാതെ നമ്മൾ ചെലവഴിക്കുന്ന പണവും നമ്മൾ എല്ലാ സമയവും അതുപോലെ പണവും ആരോഗ്യവും എല്ലാം ചെലവഴിക്കുന്നത് നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ അനുകൂലമായി കിട്ടണം. പരലോകത്ത് അതിനുകൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കണം. ആ നിലക്കായി നമ്മളുടെ ഹജ്ജ് കർമ്മം മാറണം. അപ്പൊ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോകമാന്യം വന്നു പോകുന്നത്, ഇഖ്ലാസിന് ഭംഗം വന്നു പോകുന്ന കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഹാജിമാരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ സ്വതക്ക കൊടുക്കൽ സുന്നത്തുണ്ട്. ഏത് യാത്ര പുറപ്പെടുന്ന വേളയിലും സ്വതക്ക കൊടുക്കുന്നത് സുന്നത്തുണ്ട്. നമ്മുടെ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക്, സാധുക്കൾക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് അതുപോലെ പരിസരത്തുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം സ്വതക്ക കൊടുക്കുക. അങ്ങനെ സ്വതക്ക കൊടുത്തു പോകുന്നത് യാത്രയുടെ ഒരു സുന്നത്താണ്. അല്ലാഹു ജല്ല ജലാലു എല്ലാ ആദാബും പാലിച്ച് അല്ലാഹുവിന്റെ അതിഥികളായ ഹറമിലെത്താനും ഖബൂലുള്ള ഹജ്ജ് ചെയ്യാനും എല്ലാ ഹാജിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവെന്ന മോഹമാൽമാനം കറുത്ത ഞങ്ങളെ ശൈഖുന മടവൂരിനാലെ കാത്തിടേണേ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ സൗദിയിലുള്ള കുടുംബക്കാരുടെ, നാട്ടുകാരുടെ, അയൽവാസികളുടെയൊക്കെ നമ്പറുകൾ ശേഖരിച്ച് പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു ഗതികേടാണ്. ഹജ്ജിനല്ലേ നമ്മൾ പോകുന്നത്, നാട്ടിൽ നിന്ന് സൗദിയിൽ ജോലിക്ക് പോയ ആളുകളെ കാണാനാണോ ഈ 4 ലക്ഷം മുടക്കിയിട്ട് ഈ ദിവസങ്ങളൊക്കെ ചെലവഴിച്ച് നമ്മുടെ ആരോഗ്യവും അധ്വാനവും ഉപയോഗപ്പെടുത്തി നമ്മൾ അല്ലാഹുവിന്റെ ഹറമിലേക്ക് യാത്ര പോകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ മക്കത്തങ്ങ് ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അവിടെ അതാ കുടുംബക്കാര് വന്ന് കാത്തിരിക്കുകയാണ്, നാട്ടുകാര് വന്ന് കാത്തിരിക്കുകയാണ്.
ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഹാജിമാരെ നമ്മുടെ പരിചയക്കാരെ കാണാനല്ല, കുടുംബക്കാരെ കണ്ട് സൊറ പറയാനല്ല, നമ്മൾ അല്ലാഹുവിന്റെ അതിഥികളായി അല്ലാഹുവിന്റെ ഹറമിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ മാനസികമായി ഒരു തീരുമാനം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൈകൊള്ളേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാ പരിചയക്കാരും കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവരുടെ റൂമുകളിലേക്ക്. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് നേരമെവിടെ? നമുക്ക് ദിക്റ് ചൊല്ലാൻ സമയമുണ്ടോ? കരഞ്ഞ് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് തൗബ ചെയ്ത് പാപം പൊറുപ്പിക്കാൻ നമുക്ക് നേരം കിട്ടുമോ? അതുകൊണ്ട് ആ ദുശ്ശീലം ഒരു ഹാജിമാരിലും ഉണ്ടായിക്കൂടാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് മക്കത്തേക്ക് പോകുന്നത് അമല് ചെയ്യാനാണ്, സുഖിക്കാനല്ല, കിടന്നുറങ്ങാനല്ല. നാട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? എസിക്കുള്ളില്, എയർ കണ്ടീഷൻ റൂമില് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ. എന്തിനാണ് നമ്മൾ മക്കത്ത് പോകുന്നത്? നാട്ടിൽ തന്നെ സുഖമായി കഴിയാമല്ലോ. ഹാജിമാരെ കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല, ഐനുന്നൂറിന്റെ ഒരു സാരോപദേശമായി പറയുകയാണ്. മക്കത്ത് പോകുന്നത് അമല് ചെയ്യാനാണ്, ത്യാഗം സഹിച്ച് സ്വർഗം നേടാനാണ്, അല്ലാഹുവിന്റെ തൃപ്തി നേടാനാണ്. സ്വാലിഹീങ്ങളൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു മഖബൂലായ ഹജ്ജ് ചെയ്യാനാ, കുടുംബക്കാരെ കാണാനല്ല, അയൽവാസികളെ കാണാനല്ല, നാട്ടുകാരെ കണ്ട് സ്നേഹം പങ്കിടാനല്ല, അല്ലാഹുവിനെ കാണാനാ, കഅബ കാണാനാ. ആ കഅബ ശരീഫ് ആദ്യമായി കാണുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താണോ റബ്ബിനോട് പറയുന്നത്, ആ പറച്ചിൽ അല്ലാഹ് തട്ടൂല. കഅബ ആദ്യമായി കാണുന്ന സമയത്തുള്ള ദുആ, ആ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എന്ത് ദുആ ആണ് അവിടെ നടത്തേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹ് എന്റെ എല്ലാ ദുആകൾക്കും നീ ഇജാബത്ത് തരണേ എന്ന് ദുആ ചെയ്താൽ, ആ ദുആ അല്ലാഹ് സ്വീകരിച്ചാൽ പിന്നെ നമ്മൾ നടത്തുന്ന ദുആകൾക്കൊക്കെ അല്ലാഹ് ഖബൂൽ തരുമല്ലോ, ഇജാബത്ത് ലഭിക്കുമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ആ സൗഭാഗ്യം തരണേ അല്ലാഹ്. ചില ആളുകൾ ഹജ്ജിന് പോകുമ്പോ കായ വറുത്തതും അവിലും അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയാൽ അതേപോലെ തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളും. ആ ഒരു അവസ്ഥാവിശേഷങ്ങളൊന്നും ഉണ്ടാവരുത്. തിന്നാനല്ല, കിടന്നുറങ്ങാനല്ല, നമ്മൾ അല്ലാഹുവിന്റെ അതിഥികളിൽ മെമ്പർമാരായത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അമല് ചെയ്യാനാണ് നമ്മൾ അല്ലാഹുവിന്റെ ഹറമിൽ പോകുന്നത്. അതുകൊണ്ട് ആ യാത്രയിൽ എന്ത് ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളുണ്ടോ അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നല്ല നീയത്തുണ്ടാകണം, ആത്മീയമായി നമ്മൾ ഒരുങ്ങണം, മാനസികമായി ചില തീരുമാനങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൈകൊള്ളണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദീദയാലു ഹബീബുല്ലാഹ് ആമന്ന ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഓ ഹാജിമാരെ, ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പോകുന്ന പല ഹാജിമാരും നേരിട്ട് ഈ തവണ മദീന മുനവ്വറയിലേക്കാണ് പുറപ്പെടുന്നത് എന്ന വിവരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്, ചില മഹാന്മാർ അങ്ങനെയാണ് ഹജ്ജിന് പോയത്. അവര് നേരെ മദീനത്ത് പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, തങ്ങളെ വസീലയാക്കി റബ്ബിനോട് ദുആ ചെയ്ത് പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് ഖൽബിൽ ഒരു പാപക്കറയും അവശേഷിക്കാതെ മദീനയിൽ നിന്ന് മർളിയത്തായ ഒരു സിയാറത്ത് ചെയ്ത് അവര് ഹജ്ജിന് മക്കത്തേക്ക് പോവുകയാണ്. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്ത ആളുകള് ജാഊക നബിയെ, അവിടുത്തെ സമീപത്ത് വരണം അവര്. ഓ ഉമ്മമാരെ, പാപം ചെയ്തവരല്ലേ, സുഹൃത്തുക്കളെ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരല്ലേ, നേരെ മദീനയിലേക്ക് പോകുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുവിലേക്ക് കരങ്ങൾ മലർത്തിയിട്ട്, അല്ലാഹ്, ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്താ വന്നിരിക്കുന്നത് എന്നത് എന്റെ പാപം നീ പുറത്തു തരാനാണ്. ചെറുതും വലുതുമായത് രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്തു പോയതല്ല. റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് നിന്ന് എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് റബ്ബിനോട് മുത്തുനബിയെ തവസ്സുൽ ചെയ്തങ്ങ് ദുആയിരുന്നാൽ ഹബീബായ തങ്ങളോടൊന്ന്, നബിയേ, റബ്ബിനോട് എന്റെ പാപം പൊറുക്കാൻ അവിടുന്നൊന്ന് ശഫാഅത്ത് ചെയ്യണേ നബിയേ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് സങ്കടം പറഞ്ഞാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. ഇത് ഏതെങ്കിലും ഒരു മഹാന്റെ ഉദ്ധരണിയല്ല, പ്രഖ്യാപനമല്ല, പരിശുദ്ധ ഖുർആനാണ്, നസ്സായ ആയത്താണ്. അതുകൊണ്ട് മുഹിബ്ബീങ്ങളെ, ഹജ്ജിന് പുറപ്പെടുന്ന യാത്ര തിരിച്ചിരിക്കുന്ന ഹാജിമാരെ, സുബ്ഹാനല്ലാഹ്, മദീനയിലേക്ക് നേരിട്ട് പോകാനുള്ള അവസരം ലഭിച്ചവരല്ലേ പലരും. അല്ലാഹു ഖബൂലു നൽകട്ടെ, അല്ലാഹു ഖബൂലു നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഫാഖിഹി തങ്ങള് അവിടുത്തെ ഹുസ്നു തവസ്സുലിൽ പറയാണ്, മഫാഖിറുൽ ഇസ്ലാമിലും ഈ സംഭവം കാണാം. അന്ന സായിറ ഖബ്രിഹി ശരീഫ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫ് സിയാറത്ത് ഉദ്ദേശിച്ച ഒരു മുഅ്മിനായ മനുഷ്യൻ ഇദാ കാന അലാ അംയാലിൻ മിനൽ മദീന, മദീനയിൽ എത്തുന്നതിന്റെ മുന്നേ കിലോമീറ്ററുകൾ അകലത്ത് എത്തുമ്പോൾ തബാദറത്തിൽ മലായികത്തുൽ മുഅക്കലതു ബിതബ്ലീഗി സ്വലാത്തിൽ മുസ്തഫ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്
നിന്ന് എവിടെ നിന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടോ അവരുടെ സ്വലാത്തിനെ മദീനയിലേക്ക് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡ്യൂട്ടി നൽകിയ മലക്കുകള് ഹബീബായ തങ്ങളുടെ സമീപത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഹബീബായ തങ്ങളെ ഖബറു ശരീഫിന്റെ സമീപത്തേക്ക് സ്വലാത്ത് കൊണ്ട് അധികാരപ്പെടുത്തിയ മാലാഖമാര് ഓടിച്ചെല്ലുന്നു. എന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഹാദാ ഫുലാൻ വഫുലാൻ വഫുലാൻ, ഇന്നാലിന്ന നാട്ടിൽ നിന്ന് ഇന്നാലിന്ന ആളുകളൊക്കെ വരുന്നുണ്ട്. അല്ലദീന, അവര് ആരാണെന്നറിയുമോ നബിയെ? ബല്ലഗ്നാക സ്വലാത്തഹും അലൈക, അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയ മുഹിബ്ബീങ്ങളാണ് അവര്. അവര് ചൊല്ലിയ സ്വലാത്തുകൾ ഞങ്ങൾ അവിടുത്തേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഖദ് ജാഊക സായിരീൻ, അവര് നേരിട്ട് അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ട് നബിയേ. ഓ ഹാജിമാരെ, മദീന മുനവ്വറയിലെത്തും മുന്നേ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലാൻ മറക്കണ്ട. കോടാനക്കോടി സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകണ്ട. ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് പോകുമ്പോ മലക്കുകൾ ആ സ്വലാത്ത് ഏറ്റുവാങ്ങിയിട്ട് റസൂലുള്ളാന്റെ സവിധത്തിലെത്തിക്കുമ്പോ നമ്മൾ മദീനയിലേക്ക് അടുക്കുന്ന സമയത്ത് ആ മലക്കുകൾ ഓടിച്ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ചെന്നിട്ട് പറയാണ്, നബിയേ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലിയ ഇന്നാലിന്ന മനുഷ്യൻ വരുന്നുണ്ട് നബിയേ. അവിടുത്തെ സിയാറത്തിന് അവര് വരുന്നത്. ഇത് ഹബീബായ തങ്ങളോട് പറയുമ്പോ ഫയഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തലഖൂഹും ബിത്തർഹീബ്, അവർക്കൊരു മർഹബ പാടണേ. വസാഫിഹു അന്നീ അർറുക്ബാൻ, എനിക്ക് പകരം അവർക്ക്, അതേ വാഹനത്തിൽ വരുന്നവർക്ക് നിങ്ങൾ മുസാഫഹത്ത് ചെയ്യണേ. വാഹനത്തിലെ ഹബീബായ തങ്ങളുടെ സിയാറത്തിനെത്തുന്നവർക്ക് മലക്കുകളോട് പറയാണ്, എന്റെ പകരക്കാരായി നിങ്ങൾ ചെന്നിട്ട് അവർക്കൊന്ന് കൈകൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് അവരെ സ്വീകരിക്കൂ, അവർക്കൊന്ന് മർഹബ പാടൂ. തങ്ങൾ പറയുന്നു, വഅനിഖു അന്നീ അൽ മശാത്ത്, നടന്നു വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ചെന്ന് എനിക്ക് പകരം നിങ്ങളൊന്ന് ആലിംഗനം ചെയ്യൂ, അവരെ കൂട്ടിപ്പിടിച്ച് ഉമ്മ വെക്കൂ. അവർക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ആ ആവശ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പൂർത്തിയാക്കി കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്, തങ്ങൾ പറയാണ്, ഫലൗലാ ഹജ്ജബുൽ മദീനത്തി ലതലഖൈതും അശിയാ, മദീനയിലെ ഈ ഹുജറ ശരീഫയിൽ കിടക്കുന്ന എനിക്ക് ഈ മദീന എന്ന ഒരു മറയില്ലായിരുന്നെങ്കിൽ ഞാൻ അവരെ മുമ്പിലേക്ക് നടന്നു ചെന്ന് അവരെ സ്വീകരിക്കുമായിരുന്നു. വലാകിൻ സഅഖ്ലി ഹഖ്ഖഹും യൗമ ലാ യജിദൂന വസീലതൻ ഇല്ലാ മഹബ്ബതി, പക്ഷേ എന്നെ സന്ദർശിക്കാൻ വരുന്ന മുഹിബ്ബീങ്ങൾക്ക് ആരുമാരുമില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. അവർക്ക് രക്ഷയായിട്ട് എന്നോടുള്ള മഹബ്ബത്ത് മാത്രമാകുന്ന പരലോകത്തൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ അവർക്കുള്ള ഹഖ് ഞാൻ വീട്ടിക്കൊടുക്കുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, തങ്ങൾ
നമ്മളെ കുറിച്ച് സന്തോഷിക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടാകണം. അപ്പം മദീനയിൽ എത്തും മുന്നേ ഹാജിമാര് ധാരാളം സ്വലാത്തു സലാം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മലപ്പുറം ജില്ലയിൽ നിന്ന് ശുഐബ് എന്ന ചെറുപ്പക്കാരനല്ലേ നടന്നിട്ട് അല്ലാഹുവിന്റെ കഅബാലയത്തിലേക്ക് പുറപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. ശിഹാബ് ചോറ്റൂര് ആ ചെറുപ്പക്കാരൻ മലപ്പുറത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമായി മാറുകയാണ്. ആഗോളതലത്തിൽ ആ ശിഹാബ് ചോറ്റൂര് അതാ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ ആ വലിയൊരു കഠിനാധ്വാനത്തെ കുറിച്ച് നടന്നിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് അല്ലാഹ് പരിശുദ്ധ കഅബാലയത്തിലേക്കുള്ള യാത്ര ലോകത്ത് മുഴുവനും എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു പോയി. എന്നാ ചില ആളുകൾ ആ ചെറുപ്പക്കാരനെ ആക്ഷേപിക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആ ഒരു ചെറുപ്പക്കാരന് അവന്റെ ചിരകാല അഭിലാഷമല്ലേ കഅബ ശരീഫിലേക്ക് നടന്നുപോയി ഒന്ന് ഹജ്ജ് ചെയ്യുക എന്നത്. ആ ചെറുപ്പക്കാരന്റെ ആ കഠിനാധ്വാനത്തെ നമ്മളെല്ലാവരും മുഖവിലക്കെടുക്കണം. ആ ചെറുപ്പക്കാരന്റെ ശിഹാബിന്റെ സാഹസത്തെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. മാഷാ അല്ലാഹ്. ശിഹാബ് കേരളത്തിന്റെ ഓരോ ഗ്രാമങ്ങളും താണ്ടും തോറും ഓരോ കവലകളും അതാ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ജനങ്ങൾ ആ ശിഹാബിനെ വരവേൽക്കുകയാണ്. ആ ശിഹാബിന് കണ്ണീരൊഴുക്കിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് ശിഹാബ് ചോറ്റൂരെന്ന ആ ചെറുപ്പക്കാരൻ ഒരു പ്രയാസവും നൽകാതെ ലക്ഷ്യസ്ഥാനമാകുന്ന നിന്റെ കഅബ ശരീഫിൽ നീ എത്തിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ത്യാഗോജ്ജലമായ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പുതിയ കാലത്ത് പല ട്രെൻഡുകളുമാണല്ലോ, പല വിനോദങ്ങളുമാണല്ലോ. അതിനൊക്കെയുള്ളൊരു തിരുത്തായിട്ട് നമുക്കതിനെ വായിക്കാവുന്നതാണ്. നല്ല നല്ല യൂത്ത് വിങ്ങിന് നല്ലൊരു മെസ്സേജാണ് ശിഹാബ് ചോറ്റൂര് നടന്നുകൊണ്ട് കാൽനടയായ ഹജ്ജിന് പോകുന്ന തന്റെ പ്രവർത്തനത്തിലൂടെ കൈമാറുന്ന മെസ്സേജ്. സുബ്ഹാനല്ലാഹ്. ആരോഗ്യമുള്ളപ്പോൾ, നല്ല മസിൽ പവർ ഉള്ളപ്പോൾ, രക്തപ്രസരിപ്പുള്ളപ്പോൾ, ചോരത്തിളപ്പുള്ളപ്പോൾ അല്ലാഹുവിന്റെ ഹറമിലെത്തണം, ഹജ്ജ് ചെയ്യണം എന്നൊരു മെസ്സേജ് എല്ലാ മുസ്ലിം യുവാക്കൾക്കും ആ ചെറുപ്പക്കാരൻ നൽകുന്നു. സുബ്ഹാനല്ലാഹ്. പുതിയ കാലത്തെ ന്യൂ ജനറേഷന് റോൾ മോഡലാകുന്നു. അനിസ്ലാമിക പ്രവർത്തനങ്ങളിൽ കൂപ്പുകുത്തുന്ന യുവതയ്ക്ക് ഒരു തിരുത്തെഴുതുന്നു ശിഹാബ് ചോറ്റൂര്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. എത്രയാണ്, എത്ര മൈലുകളാണ്, എത്ര കിലോമീറ്ററുകളാണ്, 10,000-ഓളം വരുന്ന കിലോമീറ്ററുകൾ സുബ്ഹാനല്ലാഹ് നടന്നു പോവുകയല്ലേ. ആ ചെറുപ്പക്കാരന് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരു ക്ഷീണവും തളർച്ചയും റബ്ബ് നൽകാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് മഅസൂം റളിയല്ലാഹു അൻഹു അഹദു അഇമ്മത്തി ത്വരീഖത്തിൻ നഖ്ശബന്ദിയ, നഖ്ശബന്ദി ത്വരീഖത്തിൽപ്പെട്ട ഇമാമുമാരിൽപ്പെട്ടവരാണ്. അഖദാൻ വാലിദിഹിൽ ഇമാം റബ്ബാനി ശൈഖ് അഹ്മദുൽ ഫാറൂഖ് സയ്യിദ് സർഹിന്ദി.
സർഹിന്ദി തങ്ങളുടെ മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മഅ്സൂം തങ്ങള്. മാനവറുകൾ പറയാണ് ഖലബ അലയ്യ വഖ്തുൽ വിദാഇ വസ്സഫർ മിനൽ മദീനത്തിൽ മുനവ്വറ. ഞാൻ മദീന മുനവ്വറയിലെത്തിയപ്പോൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് മദീനയോട് വിടവാങ്ങൽ സിയാറത്ത് ചെയ്യാൻ സമയമായി, മദീനയോട് യാത്ര ചോദിക്കാൻ സമയമായപ്പോ എനിക്ക് ശക്തമായ വേദന വന്നുപോയി, ശക്തമായ ദുഃഖം വന്നുപോയി, ഞാൻ കരഞ്ഞുപോയി. ഫറഅയ്തു സയ്യിദൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ മഹബ്ബത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നേരിടുന്ന ഒരു മാനസികമായ വല്ലാത്ത രംഗമുണ്ട്. മദീനയോട് സലാം പറയാൻ കഴിയൂല. അല്ലാ, ജീവിതത്തിൽ അസുലഭ മുഹൂർത്തം ഇനി എനിക്ക് കിട്ടുമോ? ജീവിതത്തിൽ ഹബീബായ തങ്ങള് കന്തിയുറങ്ങുന്ന, ഹബീബായ തങ്ങള് കിടന്നുറങ്ങുന്ന ഈ മദീനയുടെ മണൽ പരപ്പിൽ എനിക്ക് ഒരിക്കൽ കൂടി ജീവിതത്തിൽ വരാൻ കഴിയുമോ? ഇത് ചിന്തിക്കുമ്പോൾ മദീനയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയില്ല. ഹാജിമാരെ, മുഹമ്മദ് മഅ്സൂം തങ്ങള് പറയാണ്, ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് മഹദിമാരെയും മഹാന്മാരെയും കിതാബുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഫാത്തിമത്തു റിഫാഇയ്യ എന്നൊരു മഹദിയുണ്ട്. റിഫാഇ ശൈഖ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആ ഫാത്തിമത്തു റിഫാഇയ്യ മഹദി മദീനയിൽ നിന്ന് തിരിച്ചു പോരാ നേരത്ത് സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞു പോയി, നബിയേ, എനിക്ക് അവിടുന്ന് കിടക്കുന്ന ഈ മദീനയിൽ ഉമ്മ വെച്ച് എന്റെ കവിൾത്തടം വെച്ചൊന്ന് കിടക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. എന്റെ ശരീരത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ട് ഈ മദീനയിൽ നിന്ന് ഈ സമയത്ത് എനിക്ക് മൗത്ത് തരണേ നബിയേ, എന്റെ മരണം സംഭവിക്കണേ നബിയേ. ഫാത്തിമത്തു റിഫാഇയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ടങ്ങ് പാട്ടുപാടിയപ്പോ ആ മദീന മുനവ്വറയിലെ ഹുജറത്തു ശരീഫയുടെ മുറ്റത്ത് വീണുപോയി. മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് വീണ് മരിച്ചുപോയി. പരിസരത്തുള്ള ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി ഫാത്തിമത്തു റിഫാഇയ്യ മഹദിയെ മറവ് ചെയ്തു പോയി. അങ്ങനെ പലരും മദീനയിലെത്തിയിട്ട് ദുആ ഇറന്നിട്ടുണ്ട്. മഹബ്ബത്തു റസൂലില്ലാഹ്, അവരാണ് മുഹിബ്ബീങ്ങൾ, അവരാണ് ആശിഖീങ്ങള്. മദീനയിൽ നിന്ന് തിരിച്ചു പോരാൻ ആശിഖീങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തങ്ങളുടെ ഹളറത്തിലെത്താൻ ഭാഗ്യം തരട്ടെ. മുഹമ്മദ് മഅ്സൂം റളിയല്ലാഹു അൻഹു മദീനയിൽ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് അവിടുത്തേക്ക് വല്ലാത്ത സങ്കടം വന്നു. അവിടുന്ന് വല്ലാതെ കരഞ്ഞുപോയി. ആ സമയത്ത് മാനവർകൾ പറയാണ്, ഫറഅയ്തു, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ നേരിട്ട് കാണുന്നു സയ്യിദൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. ഖദ് ഖറജ മിൻ ഹുജ്റതിഹിൽ മുതഖറ, പരിശുദ്ധമായ അവിടുത്തെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് അവിടുന്ന് പുറത്തോട്ട് വന്നിരിക്കുന്നു. വഖലഅല ഖിൽഅത്തിൻ, അതാ അവിടുന്ന്
അവിടുത്തെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരുന്നു. എന്നിട്ടതാ മാനവറുകൾ പറയുന്നു, ആ വസ്ത്രം എനിക്ക് അവിടുന്ന് ധരിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. തങ്ങളെ കണ്ടു, ഞാൻ വല്ലാതെ സന്തോഷിച്ചു. വകാന റളിയല്ലാഹു അൻഹു വലിയൻ മുൻദുൽ വിലാദ. ജനനം മുതലേ അവിടുന്ന് വലിയാണ്. ലം യഖ്ബലി സദിയ ഫീ റമളാൻ. ജിലാനി തങ്ങളെ പോലെ റമളാൻ മാസത്തിൽ മുല കുടിച്ചിട്ടില്ല. 3 വയസ്സ് പ്രായമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 3 മാസം കൊണ്ട് അവിടുന്ന് ഖുർആൻ മനപ്പാഠമാക്കുകയാണ്. വസ്തഖല ബിതഅശീരിൽ ഇൽമി വത്തരീഖി ഫബലഗ ഫീമാ ദറജാത്തിൽ കമാലി വസിന്നു 17 സന. 17-ാം വയസ്സിൽ മഹാനവറുകൾ നല്ല ആലിമായി, ത്വരീഖത്തിന്റെ ഉടമയായി. വലിയ കമാലിന്റെ ദറജകൾ അവിടുന്ന് നേടിപ്പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, ഹാജിമാരെ, അല്ലാഹുവിന്റെ ഹറമിലെത്തുമ്പോ, ഹബീബായ തങ്ങളുടെ ദർബാറിലെത്തുമ്പോ മഹാന്മാരെത്തിയതുപോലെ എത്താനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തങ്ങളെ മദീന കാണാൻ, തങ്ങളെ ഹുജറയുടെ മുമ്പിലെത്താൻ, അവിടുന്ന് സ്വീകരിക്കുന്ന നിലക്കൊരു സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.